ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഒന്നും ചോദിക്കണില്ല, വലിയ സുഖമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ അതേ പല്ല് തേച്ച് മുഖം കഴുകി വന്നിരിക്കുകയാണ്. ലിപ് ബാമും കൂടി ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ അവിടെ സ്റ്റാർട്ടും സ്റ്റോപ്പും എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തൊക്കെയോ വേഷം കെട്ടും കാര്യങ്ങളൊക്കെ കാട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടിരിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് നിങ്ങൾക്കും കൂടി കാട്ടിത്തരാം. നമുക്ക് പോവാട്ടോ കാണാൻ. അപ്പൊ ഇതാട്ടെ ഇവിടെ പരിപാടി. അവിടെ പൊണ്ണു വന്നിങ് വന്നേ, രാവു ഇങ്ങ് വന്നേ. ആരാ ഫസ്റ്റ് വരാൻ നോക്കാം. അവ അങ്ങനെ നിൽക്കട്ടെ. റെഡി 1 2 3 സ്റ്റാർട്ട്. വാ വാമ്യം പോലെ ഈ പൊണ്ണു സ്റ്റക്കായതേ. അവനെ വെട്ടിച്ച് വരൂട്ടാ. പൊണ്ണു വാ വേഗം, രാവും വാ കം. ഇവിടെ ഓരോ വേഷം കിട്ടാണ് പ്രാന്ത് പിടിക്കേണ്ട കണ്ണു. അപ്പൊ ഞാൻ വേറെ പണികൾക്ക് പോവാട്ടോ. ഇനിയിപ്പൊ അടുപ്പിച്ച് റെഡി ആവുന്ന വീഡിയോസ് തന്നെ ഇടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അതാ ഇടാണ്ടിരുന്നേ. അപ്പോ മുന്നത്തെ ലുക്ക് ഇപ്പത്തെ ലുക്ക് കണ്ടിട്ട് ആരും അത്ഭുതപ്പെടണ്ട കേട്ടോ. ജസ്റ്റ് ഞാൻ കാര്യമായിട്ടൊന്നും ഇട്ടിട്ടില്ല. ഒന്ന് കണ്ണെഴുതിയതാകുമ്പോ തന്നെ എന്നെ ഒരു മെന വരും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഷൂട്ട് ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് കുറച്ച് ഓർഡേഴ്സൊക്കെ എന്തോ ദൈവം സഹായിച്ച നമുക്ക് കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പം നല്ല പോലെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഞാനിങ്ങനെ ഒന്നാമത് ഇതിലേക്ക് ഒരു ഐഡിയയും ഇല്ല, ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഇല്ല, നമുക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ്, എന്താ പറയുക, എനിക്ക് ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ എനിക്കത് മാത്രമല്ല, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവണമെന്നും ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ള ഒരു ഇതും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും വരാത്ത ഞാനാട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഈ വക മാറ്റങ്ങളും കാര്യങ്ങളും, കുട്ടി ഉണ്ടായതിന് ശേഷമാണ് ഈ വക മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നത്. അതിന് മുന്നൊന്നും എനിക്ക് ഈ വക വിചാരം ഇത്രയും മെച്യൂരിറ്റിയും ഉണ്ടായിരുന്നില്ല. എന്നെ ഇപ്പം ഇനി എൻ്റെ പണ്ടത്തെ ഫ്രണ്ട്സൊക്കെ എന്നെ കാണുമ്പോൾ പറയായിരിക്കും, നല്ല മാറ്റം ഉണ്ടല്ലോ, നീ പണ്ടത്തെ ഒന്നല്ലല്ലോ. നമ്മളെ ലൈഫ് പഠിപ്പിക്കട്ടോ കുറേ കാര്യങ്ങൾ. അപ്പോൾ അത് മാത്രമല്ല ഞാൻ ഇപ്പോൾ പറയാൻ വന്നേ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ബിസിനസ് ചെയ്യണമെന്നോ അങ്ങനെ എനിക്കൊരു എനിക്ക് പണ്ടേ മുതൽ ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, പണ്ടേ മുതൽ ബുട്ടീക്ക് എന്താണെന്നും കൂടി മേരിക്ക് അപ്പം അറിയണ്ടായിരുന്നില്ല ചെറുപ്പത്തിലൊന്നും. അപ്പം ഇങ്ങനെ ബുട്ടീക്ക് തുടങ്ങുന്നത് അമ്മയെ നമുക്ക് ബുട്ടീക്ക് തുടങ്ങണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ബ്യൂട്ടി പാർലർ തുടങ്ങി. എനിക്ക് അങ്ങനത്തെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഞാൻ അമ്മോട് ഇങ്ങനെ പറയാറുണ്ട്, അമ്മ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പം അമ്മയ്ക്കും ഈ ഡ്രസ്സ്, അമ്മയും ഞാനും മെയിൻ കോമൺ ഫാക്ടേഴ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയ്ക്കും ഞാനിങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നത് ഇഷ്ടമാണ്, അമ്മയ്ക്കും ഡ്രസ്സ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അമ്മയ്ക്കും ഈ മേക്കപ്പ് കാര്യങ്ങളും, എൻ്റെ അത്ര മേക്കപ്പ് അത്ര ഇഷ്ടമില്ലെങ്കിലും നോർമലായിട്ടുള്ള കാര്യങ്ങളും. പിന്നെ അത് മാത്രമല്ല അച്ഛനും ഞങ്ങൾ നന്നായി ഒരുങ്ങി നടക്കണം, ഞങ്ങൾ അടിപൊളിയായിട്ട് നടക്കണം, നന്നായി ഡ്രസ്സ് ചെയ്ത് നടക്കണം ഒക്കെ. അതുകൊണ്ട് നമ്മൾ ഫാമിലിയിൽ തന്നെ നമ്മളെല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണോണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു സപ്പോർട്ടും ഇല്ല. അമ്മയ്ക്കും ഇൻട്രസ്റ്റ് ഇല്ല, അച്ഛനും ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബിസിനസ്സും നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചിലവരിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പറയില്ല, ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതൊക്കെ അവരെ സമ്മതിക്കണം. കാരണം അവർക്ക് അത്രയും പാഷനും അത്രയും ഡ്രീം ഒറ്റയ്ക്ക്. പിന്നെ ഫിനാൻഷ്യലി നമുക്കൊന്നും ഇല്ലാണ്ട് ഫസ്റ്റ് നമുക്ക് സീറോയിൽ നിന്ന് നമുക്ക് ഒരിക്കലും തുടങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം എല്ലാത്തിൽ നിന്നും കൂട്ടിയിട്ട് ഇപ്പം അച്ഛൻ്റെ അമ്മയോട് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ കാര്യം ഇങ്ങനെ ഞാനിങ്ങനെ ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, പണ്ടേ ഞാനിത് ചെയ്യേണ്ടിയിരുന്നു. എനിക്ക് ഇപ്പോഴാണ് ഇപ്പം പ്രഗ്നൻ്റ് ഇപ്പോഴാണ് ശരിക്കും റോങ് ടൈം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ ഈ പ്രഗ്നൻസിയുടെ ഒപ്പം ഇത് ചെയ്യുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് നല്ല എന്താ പറയുക, മൈൻഡൊക്കെ നല്ല കാമാവുണ്ട്, നല്ലൊരു സമാധാനമൊക്കെ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം അവരും കൂടി ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നല്ല, ചെയ്യാൻ പറ്റും. പക്ഷേ അവരും കൂടിയും ഒരു ബാക്ക് ബോണായിട്ട് നിൽക്കണോണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട്, വീഡിയോസ് എടുക്കുകയാണെങ്കിൽ അമ്മ വീഡിയോസ് എടുത്ത് തരും. ഇപ്പോൾ കൊറിയേഴ്സും കാര്യങ്ങളൊക്കെ അയക്കേണ്ടതും സംഭവങ്ങളൊക്കെ അച്ഛൻ അയച്ച് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും മാർക്കറ്റിങ്ങും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി വരുന്നുണ്ട് ഈ സംഭവം. പിന്നെ വേറെ എന്താ പറയാമെന്ന്, അപ്പോൾ ഞാനിതൊക്കെയാണ് മേക്കപ്പ് ചെയ്തത്. പിന്നെ ഞാൻ വെച്ച് ഇയറിങ്സ് ഇടാം. അപ്പോൾ നമുക്ക് കുറച്ച് ഷൂട്ട് ഉണ്ട്. അത് മാത്രമല്ല ഷൂട്ടിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്തണം. കാരണം അമ്മ ഈ ഫോണിൽ എടുക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എടുക്കുകയാണെങ്കിൽ കുറച്ച് ബിറ്റ്സും കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഇപ്പം മെയിൻലി ഞാൻ സാരി ഇതാക്കുമ്പോൾ നെറ്റ് കോട്ടൺ സാരി ആയിരുന്നു കൂടുതൽ പോകുന്നുണ്ടായിരുന്നത്.
പിന്നെ ഞാനിങ്ങനെ പട്ടുസാരി അങ്ങനത്തെ ഇത് എടുക്കണ്ട വെച്ചു, കാരണം എല്ലാവരും ഇപ്പോൾ പട്ടുസാരി അങ്ങനത്തെ ഇതല്ല, അപ്പോൾ വെറൈറ്റി ആയിട്ട് അതുകൊണ്ടാണ് നെറ്റ് കോട്ടൺ സാരിയും കാര്യങ്ങളും. എൻ്റെ കാണാത്തവർ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയിട്ട് കണ്ടോളൂ കേട്ടോ. നമ്മൾക്ക് ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ഒരു പേജ് തന്നെ ഉണ്ട് കേട്ടോ, ചന്ദ്രമുഖി ബൈ അഞ്ജലി പറഞ്ഞിട്ട്. അപ്പോൾ അതിലാണെങ്കിൽ ഡിഫറെൻറ്റ് കോട്ട് സെറ്റിൻ്റെ കളേഴ്സ് ഉണ്ട്, കളർ ചേഞ്ചസ് ഉണ്ട്, ടോപ്സ് ഉണ്ട്, സാരീസ് ഉണ്ട്. ഇങ്ങനെ പയ്യെ പയ്യെ നമ്മൾ ആൾക്കാരെന്നല്ല നമ്മുടെ ഫേവറേറ്റ് കസ്റ്റമേഴ്സ് ഇങ്ങനെ പറയും, ഇങ്ങനെ ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ പറയും. നമ്മളുടെ നിന്ന് ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്തിട്ടുള്ളവർ തന്നെയാണ് വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യണേ കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ചോദിക്കും, അത്ര ഫ്രണ്ട്ലി ആയതുകൊണ്ട് ചോദിക്കും വേറെ ടൈപ്പ് ആ ഡ്രസ്സിൻ്റെ തന്നെ വേറെ കളർ ചേഞ്ചസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണത്. പിന്നെ നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ ഷിപ്പ് ചെയ്യേണ്ടത്, ഇപ്പോൾ ദുബായിക്കാണെങ്കിലും ജർമ്മനിക്കായാലും കാനഡയ്ക്കാണെങ്കിലും നമ്മൾ അതിൻ്റെ ഡെലിവറി ചാർജ് ഇത്ര എക്സ്പെൻസീവ് ആണെങ്കിലും നമ്മൾ എല്ലായിടത്തും ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ മാത്രമായിട്ടല്ല ചെയ്യണേ, എല്ലായിടത്തും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രൈസ് തീരെ കുറവാകുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽസിനും എന്താ പറയുക ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. നമുക്കിപ്പോൾ ചിലർ പറയും വില കൂടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ചിലരുള്ള ബ്രാൻഡ് കോൺഷ്യസ് അങ്ങനെ ആ ഇതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ചില സംഭവങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര ചീപ്പായിട്ട് ഒരു 300-400 രൂപയ്ക്കൊക്കെ നമുക്ക് എന്തെങ്കിലും നമുക്കിപ്പോൾ ഇതിൽ തന്നെ കാണുകയാണെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ അത്രയും മോശമായിരിക്കും കേട്ടോ. കാരണം ഒരു 300-400 രൂപയുടെ സംഭവത്തിനൊക്കെ അത്രയും ചിലതൊക്കെ അറിയില്ല, മെറ്റീരിയൽ കുറവായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ അത്യാവശ്യം നല്ല മെറ്റീരിയലുള്ള നല്ല പ്രൊഡക്ട്സ് മാത്രമാണ് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത്. പിന്നെ നമ്മൾ ഇത്രയും കൂടി ഇപ്പോൾ നമ്മളിങ്ങനെ സ്റ്റാർട്ടിങ് അല്ലേ ആയിട്ടുള്ളൂ, ഇപ്പോൾ ഇത് ഒരു 2 month എല്ലാം ആയിട്ടുള്ളൂ, 2 month കംപ്ലീറ്റ് ആയിട്ടില്ല തോന്നുന്നു കേട്ടോ. 2 month ആയി ചെയ്തിട്ട് ഞാൻ 1 month ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നമുക്ക് അത്യാവശ്യം ഓർഡേഴ്സും കാര്യങ്ങളും. പിന്നെ നമ്മൾ പയ്യെ സെറ്റായി ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ ഫുള്ളി കംപ്ലീറ്റ്ലി നമ്മൾ ഇതിലേക്ക് ആവട്ടോ. അപ്പം നമ്മളിനി വിഷുവിൻ്റെ സീരീസ് ചെയ്യണമെന്ന് വിചാരിക്കേണ്ട വിഷുവിന്. അപ്പോൾ സെറ്റ് മുണ്ടാണ് കൂടുതൽ കൊണ്ടുവരണമെന്ന് വിചാരിക്കണേ. അപ്പോൾ അല്ല സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ട് നല്ല വെറൈറ്റി ആയിട്ട് പിന്നെ കോംബോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ടൈമും കാര്യങ്ങളും ഇപ്പോൾ കുറച്ച് എന്താ പറയുക ടൈമും ഇതൊക്കെ ഇത്തിരി ഇതുണ്ട്. അപ്പോൾ നല്ല പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ വിഷുവിന് മുന്നേ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എങ്ങനത്തെ ഡ്രസ് മെറ്റീരിയൽസ് ആണ് കൂടുതൽ ഞാൻ കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനത്തെ ആണെന്ന് ഇഷ്ടമുള്ളതെന്ന് ജസ്റ്റൊക്കെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാനിവിടെ നമ്മുടെ ഈ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഇതാക്കാം, അതിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ കാര്യം. പിന്നെ നമ്മൾ എന്താ പറയുക ഒരു കാര്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഓരോ കൊയിലോ പറഞ്ഞു, പിന്നെ മറ്റവരും പറഞ്ഞെങ്കിൽ അവരൊന്നും അറിയില്ല, അതിലൊക്കെ ഇങ്ങനെ പറയും. നമ്മളൊരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഇപ്പം നമ്മളുടെ നല്ലത് മാത്രം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ കുറേ നാളായിട്ട് ഞാനിപ്പോൾ വീഡിയോസിൽ പറയുന്നത് എന്തോ നല്ലത് വരാൻ പോകും. എനിക്ക് ഈ പ്രഗ്നൻസി ഞാൻ പറഞ്ഞു ഭയങ്കര ഡിഫിക്കൽട്ടാണ്, അതിന് വേറൊരു തന്നെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ എടുക്കണ സമയത്ത് എന്തിട്ടോ കുടുത്തു മേമച്ച് ഗിഫ്റ്റ് എന്താ ഇവിടെ ഒരാള് മുഖത്തൊക്കെ വരച്ചിട്ട് ഡ്രസ് ഇട്ടിട്ടില്ല, അത് കാട്ടാത്ത ഇത് കൊണ്ടിട്ട് ഇത് എന്തോ പണി പൊണ്ണോ ഇവിടെ ഇതാണ് പണി. സ്നേഹം ഭയങ്കരമായിട്ട് ഓവറാവും, എന്നിട്ട് രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെക്കെട്ട് കയറും തല്ലൂടും. ഇതാട്ടോ പൊണ്ണു എന്തോ എന്താ പറയാ പച്ചക്കറി തോട്ടത്തില് കൈക്കോട്ട് എടുത്തിട്ട് വിളവെടുപ്പ് കഴിഞ്ഞിട്ട് വരണ പോലെ കേട്ടോ പൊണ്ണുവിന്റെ പാവം കണ്ടിട്ടാണ്. അവിടെ പോയി കളിക്കാൻ പോയിട്ടാട്ടോ. പൊണ്ണുങ്ങ വന്നേ ഹായ് പറഞ്ഞ് ടാറ്റ കൊടുത്തേ. ഗുഡ് ജോബ് പൊണ്ണു. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ നേരമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ, ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ ഈ വക കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് എന്താ പ്രഗ്നൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ആ ഫുഡ് വേണം ഈ ഫുഡ് വേണമെന്നൊന്നുമില്ല. വീട്ടിലെന്താ ഉള്ളത് ഞാൻ കഴിക്കാറ് കേട്ടോ പതിവ്. എന്താട്ടോ പിന്നെ പൊണ്ണുവാണെങ്കിലും ഇവനാണെങ്കിലും അങ്ങനെ ചില പിള്ളേരെന്നല്ല ഇവരിപ്പോൾ വീട്ടിലുള്ള ഫുഡ് കഴിക്കട്ടെ, അല്ലാണ്ട് എരിവ് കുറവുള്ളത് വേറെ സെപ്പറേറ്റ് അവർക്ക് കുക്ക് ചെയ്യണം അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കുക്ക് ചെയ്യണ ഫുഡ് തന്നെ അവർ സുഖമായിട്ട് കഴിക്കട്ടോ. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവുക, ഒരാള് കാട്ടുന്നത് എന്താ അതാണ് അപ്പുറത്തെ ആള് കാട്ടുക. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ കാട്ടുന്ന കാര്യങ്ങളും അവരതുപോലെ തന്നെ ചെയ്യൂട്ടോ.
ഇപ്പൊ പൊണ്ണാണെങ്കിലും അപ്പൊ നമ്മള് മാക്സിമം ഇപ്പൊ എന്താ പറയാ മൂച്ചാട്ട സ്വഭാവം ഒന്നും കാട്ടാണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടാണ്ടൊക്കെ ഇരിക്കുക. അല്ലെങ്കിൽ അവരത് കണ്ടുപിടിച്ചിട്ട് വലുതാവുമ്പോ അതേപടി ഇതെന്താണ് ഇവിടെ ഫുഡൊക്കെ കഴിച്ചുട്ടോ. ഇനി ഇവിടെ ഒരു വെബ് സീരീസ് തുടങ്ങാൻ പറ്റണ ഓരോ കാര്യങ്ങളാണ് ഇവിടെ കാട്ടിയത്. അപ്പൊ ഇത് എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും ഭയങ്കര വർക്കിലാണ്. ബെൽറ്റ് കൊണ്ടുള്ള ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു. നമുക്ക് കുറച്ചേരം സമാധാനമായിട്ട് ഇരിക്കാം കേട്ടോ. അവനെ മേത്ത് കുത്തി വരച്ചതിട്ടുള്ള ആട്ടോ നമ്മുടെ സ്കെച്ച് പാൻ കൊണ്ട് റൗണ്ട് ഡ്രസ്സിനാനേ സമ്മതിക്കണില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി അടുത്ത സീരീസ് തണ്ണിമത്തൻ തീറ്റാണ് രണ്ടെണ്ണം. അതിന്റെ ഇടയ്ക്ക് അടിയും ഇടിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടി രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട്. അതെ പൊണ്ണോ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ പരിപാടി. ഇതാട്ടോ ഇതൊരു ടോപ്പാണ്. ഇത് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. അമ്മ വേറൊരു കോഡ് സെറ്റ് ആണ് ഇട്ടേക്കണേ. അപ്പൊ ഇതിന്റെ വീഡിയോ ഇപ്പൊ പോസ്റ്റ് ചെയ്യൂട്ടോ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോഴാണ് ഇത് അവിടെ ലമ്പും കാര്യങ്ങളാട്ടോ അവർക്ക് ഇനി പുറത്തിറങ്ങാണ്ട്. അപ്പോൾ അപ്പം അമ്മ ഒരു റെഡ് കളർ കോട്ട് സെറ്റ് ആയിട്ടേക്കുന്നത്. ഇതൊരു കോട്ടൺ അല്ല അമ്മ, കോട്ടൻ്റെ കോട്ട് സെറ്റ് ആട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചസ് ഒക്കെ നമ്മളിൽ അവൈലബിൾ ആട്ടോ. അപ്പോൾ ഞാനിനി എൻ്റെ കടി. അപ്പോൾ നമ്മൾ ഒരു കോട്ട് സെറ്റ് അല്ല കേട്ടോ ഇട്ടേക്കണം. നമ്മളൊരു എന്താ പറയുക ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് നല്ല ബ്രൈറ്റ് റെഡ് ഒക്കെ ഉണ്ട് കേട്ടോ കയ്യിൽ. പിന്നെ ഇത് ബാക്കിൽ ഇതുപോലെ നമുക്കിങ്ങനെ ടൈ ചെയ്യാൻ ഞാൻ മീഡിയം സൈസ് ആയിട്ട് ഇട്ടേക്കണം. പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. സ്ലീവും അറ്റാച്ച്ഡ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ. ഇത് നമ്മുടെ അടുത്ത് വേറൊരു കോട്ട് സെറ്റ് ആട്ടോ ഇത്. അപ്പോൾ കുറേ പേര് കോട്ട് സെറ്റ് ആട്ടോ അപ്പോൾ ചോദിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കോട്ട് സെറ്റ് വലിയ പൊട്ടക്കൂത്തി വിൻറ്റേജ് മോഡൽ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കോട്ട് സെറ്റിനോടാണ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ എല്ലാവരും കോട്ട് സെറ്റാണ് ചോദിക്കണേ. അപ്പോൾ നമ്മൾ ഇടാട്ടോ. അപ്പോൾ ഇത് ഇട്ടുകൊണ്ട് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കും സത്യം പറഞ്ഞിട്ടാവും. ഇങ്ങനെ വയറൊന്നും വല്ലാണ്ട് ഇങ്ങനെ ഷോ ഓഫ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഇടാട്ടോ. തടിയുള്ളവർക്കൊക്കെ ഇടാം. കാരണം ഇത്രയും വയറായിട്ട് ഇപ്പോൾ 6 months ആയിട്ടും കൂടെ എൻ്റെ വയറ് കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാനാണെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് വന്ന വഴി എനിക്ക് മാത്രമല്ല 2 minute പുറത്തുനിന്ന് വീഡിയോ എടുത്തോളൂ. അപ്പോഴേക്കും വയ്യാണ്ട് ഞാൻ വെച്ച് തല ചുറ്റി വീഴുന്നു. അത്രയ്ക്ക് വയ്യാണ്ട്. കാരണം ഈ വെയിലും ചൂടും ഒന്നും നമുക്ക് സഹിക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ ആരും എന്താ പറയുക അധികം പുറത്തേക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ വല്ല പണിയൊക്കെ ഉണ്ടെങ്കിൽ പോയാൽ മതിട്ടോ. അല്ലാണ്ട് പുറത്തേക്ക് ഒന്ന് പോകാൻ നിൽക്കണം. കാരണം അത്രയും ഇതാണ്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കൊറിയർ നമുക്ക് പാക്ക് ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അവർ 2 പേരെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി കുളിക്കാൻ കൊണ്ടുപോയിക്കാണ്. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യണത് കാട്ടിത്തരാം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാട്ടിത്തരാം. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് ഓർഡർ ചെയ്തോളൂ കേട്ടോ. നമ്മൾക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാട്ടി തന്നിട്ടുണ്ടായിരുന്നല്ലോ ഒരു മോഡല്. ആ മോഡലാണ്. അതിൻ്റെ പല സൈസസും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു മോഡൽ കാട്ടി തന്ന കേട്ടോ. ഇവിടെ ഇങ്ങനെ സ്ലിറ്റ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും ഇത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആണിത്. ഈ റെഡാണ് നമുക്ക് ഓർഡർ വന്നിട്ടുള്ളത് കേട്ടോ. സെയിം പാറ്റേണിലുള്ള റെഡ് കളറ് നമുക്ക് ഈ ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഓർഡർ വന്നിട്ടുള്ളതാണ്. പിന്നെ ഇതുപോലെ തന്നെ കോഡ് സെറ്റ് ഇത് നമ്മൾ 2 ദിവസം മുന്നേ നമ്മൾ എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഓർഡർ വന്നു പോവാട്ടോ. അപ്പോൾ ഇത് കോഡ് സെറ്റാണ്. ഇതിൻ്റെ പാൻസും സെയിം ഇത് വരുന്നത് കേട്ടോ. ഇതിൻ്റെ പല സൈസും കളറും പിന്നെ സ്ലീവ്സും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച്ഡ് ആണ്. സ്ലീവ് ഇതിൻ്റെ ഒപ്പം തന്നെ അറ്റാച്ച്ഡ് ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാനിവിടെ എൻ്റെ കോൺടാക്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഏത് കളേഴ്സാണ് ഉള്ളത് വേണ്ടതെന്നൊക്കെ ജസ്റ്റ് എൻക്വയറി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഓർഡർ തരാണെങ്കിൽ ഞാൻ അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ അടുത്തത് റെഡും ആ ബ്ലാക്കും ടോപ്പും മാത്രമേ ഉള്ളൂ കേട്ടോ. കോഡ് സെറ്റ് അല്ല. അതുപോലെ തന്നെ ഇത് വേറൊരു കോഡ് സെറ്റ് കിട്ടും. അപ്പോൾ ഇതിന് ഇമേജസ് ഒക്കെ വേണമെങ്കിൽ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പാക്ക് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ മിക്കതിൻ്റെ എല്ലാതും സ്റ്റോക്കുകൾ കയ്യിലുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്നിപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നാളെ തന്നെ വീട്ടിലെത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മളിനി കൊറിയർ ഇങ്ങനത്തെ കവറാകുമ്പോൾ ജസ്റ്റ് നമുക്കിങ്ങനെ
ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാട്ടി തന്നെ. ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് നമ്മളിങ്ങനെ അഡ്രസ്സും ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സ് അയച്ചു കൊടുത്തിട്ട് സെൻഡ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മൾ സംഭവമൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ അയക്കാട്ടോ. അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു. ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ജീവിതമേയും അടുത്തു പറയില്ലേ, അങ്ങനത്തെ ഒരു ഇതാണ്. എന്തിനാ ഞാനൊക്കെ എൻ്റെ ജീവൻ വേറെ ആർക്കെങ്കിലും ജീവിക്കാൻ കൊതുള്ളവർക്ക് കൊടുത്തു എന്നാണ് ആഗ്രഹിക്കണേ. അത്രയ്ക്ക് കൊടുത്തു പറഞ്ഞാൽ അത്രയ്ക്ക് കൊടുത്തു കേട്ടോ. 25 വയസ്സായിട്ടുള്ളൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയണ്ട, എന്നാലും അത്രത്തോളം ലൈഫും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. എനിക്ക് മടുത്തു ശരിക്കും, അത്രത്തോളം മടുത്തു. എനിക്ക് കൊതിയിട്ട് ചിലർക്കൊക്കെ ഇങ്ങനെ കുറേ നാളങ്ങനെ എന്താ പറയുക ജീവിക്കാൻ കൊതിയിട്ടിരിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ വേണമെങ്കിൽ എന്തെങ്കിലും തരാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ ജീവിതം തരാണെങ്കിൽ ഞാൻ തരാം. എനിക്ക് അത്രയ്ക്കും താല്പര്യമില്ല ജീവിക്കാൻ. അപ്പൊ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആട്ടോ. നമുക്ക് കുറെ ലെസൺസും കാര്യങ്ങളൊക്കെ പഠിക്കണവര് പഠിക്കാല്ലാത്തവര് പഠിക്കാണ്ട് ഇങ്ങനെ നടക്കാട്ടോ അങ്ങനെ. അപ്പൊ അച്ഛൻ ഡെലിവറി ഒക്കെ അയക്കാൻ പോയിട്ട് വന്നപ്പോ അട കൊണ്ടിട്ടുണ്ടായിരുന്നു. ചുട്ടിട്ടുള്ള അടയാണ്. നമ്മൾ സാധാരണ പുഴുങ്ങാട്ടോ ചെയ്യാറ്, ആദ്യമായിട്ടാ ചെയ്യാറ് കേട്ടോ. അപ്പൊ പൊണ്ണോ പൊണ്ണോ പൊണ്ണുന്റെ വക വേഷം കെട്ടും കാര്യങ്ങൾ. പൊണ്ണു കഴിച്ചതാ അച്ഛാ? ഇഷ്ടമില്ല. രാവിലെ പിന്നെ ഇങ്ങനത്തെ ഇഷ്ടാട്ടോ. എന്ത് അടി സാധാ അടിയാന്ന് തോന്നുന്നില്ല, ചക്കടൊന്നുമില്ലല്ലോ. പഴയുടെ ആട്ടെ കഴിച്ചോക്കട്ടെ. കഴിച്ചോക്കാട്ടോ. പഴയുടെ അങ്ങനെ ഞാൻ കഴിക്കാറില്ല. ചക്കയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ലൈറ്റ് കുറവാട്ടോ, അതെങ്ങനെയാ നോക്കണേ. യമ്മിയാട്ടോ. അപ്പൊ അടിയൊക്കെ തിന്നതാണ്. അപ്പോൾ ഫുൾ ടൈം റെസ്റ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. ഫുൾ ടൈം ഫോണിൽ നോക്കാൻ നമുക്ക് ഓരോ എൻക്വയറീസും കാര്യങ്ങളും അതൊക്കെ വന്നിട്ട് ഞാൻ നോക്കിയിരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, മറ്റാൾ അവിടെ നിൽക്കുന്നുണ്ട്. നല്ല മഴ പെയ്യാനുള്ള നല്ല സാധ്യത ഉണ്ട് കേട്ടോ. നല്ല ഇടിവെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി കുളിച്ചിട്ട് വരണം. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അമ്മയുടെ ഒപ്പം ഇവരും കൊണ്ട് നടക്കാൻ പോവാന്ന് വിചാരിക്കണേ. അപ്പോൾ അങ്ങനെ ഇവിടെ രണ്ടുപേരും പണി പേപ്പറിൽ വരയ്ക്കുകയാണ്. ഇതാണ് പൊണ്ണു. നല്ല മഴക്കാറുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഇടിയൊക്കെ വിട്ടണ കേൾക്കാം. അടിപൊളി മഴ പെയ്യൂട്ടന്ന്. അപ്പൊ കുളി ഒന്ന് കഴിഞ്ഞ സമാധാനം. ഇപ്പൊ ഇവിടെ രണ്ടെണ്ണം ഞാൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഒക്കെ ഇവിടെ 2 പേരും ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഇപ്പൊ ബെഡിന്റെ കോലം കണ്ടില്ലേ, വിറ്റാട്ടോ. അപ്പൊ ഇന്ന് തല കുളിച്ചിൽ ഇന്നലെ ഹെയർ വാഷും ഒക്കെ ചെയ്ത് സെറ്റായിട്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ആട്ടോ ഇവിടെ വിശേഷം. അപ്പൊ 2 മിനിറ്റ് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചിരുന്നപ്പോ എനിക്കെന്താ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. മൈൻഡ് എപ്പോഴും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നൊരു ഇതാട്ടോ. ഭയങ്കര അങ്ങനെ ഇട്ടാണ് ഇപ്പം ഇരിക്കണത്. റെസ്റ്റ് എടുക്കാനൊന്നും തോന്നാറില്ല. എപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും കേട്ടോ. അപ്പം ഈ നല്ല മഴക്കാറുണ്ട്. എൻ്റെ അമ്മ നല്ല മഴക്കാറുണ്ട്. അടിപൊളി മഴ വേട്ടയെന്നാട്ടോ ആഗ്രഹിക്കണേ. അത് ഈ നല്ല സ്കൈ ഒക്കെ കളർ ചേഞ്ച് ആയപ്പോൾ വെച്ച് നിങ്ങൾക്കും കൂടി കാട്ടിത്തരാന്ന്. അവരുണ്ടായിരുമ്പോൾ നടക്കാൻ കൊണ്ടുപോയെന്നാണ് പറഞ്ഞേക്കണം. അറിയില്ല പോയിട്ടുണ്ടോ ഇല്ലയെന്ന്. ഞാൻ എന്തായാലും കുറച്ച് നേരം ഇനി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കണു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കൂട്ടോ. ചോറും പിന്നെ മുട്ട തക്കാളി കൂട്ടിട്ട് അമ്മ എന്തൊരു വെറൈറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പയറൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ എടുക്കാൻ മറന്നുപോയി. അതൊക്കെ നമ്മൾ കഴിച്ചു. അപ്പോൾ നമ്മൾ ജല്ലയുടെ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കണം. മഴയും കാത്തിക്കണം. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അവിടെ ഞാൻ പറയില്ലേ, എനിക്കിങ്ങനെ കുറേ നേരം നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ക്ഷീണം. എന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഫോണിൽ ചാർജും ഇല്ല. ബാക്കിയുള്ള വിശേഷവും കാര്യങ്ങളും ഞാനിപ്പോൾ കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. ഹാഫൊന്നുമല്ല കാട്ടാറ്. ഇപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യാൻ ഇത്രയും കൂടി ബുദ്ധിമുട്ടില്ല. മുന്നേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ടൊരു വടിയൊക്കെ വെച്ച് 2 പേര് നമുക്ക് ഇതാക്കാൻ പറ്റും. അമ്മ നോക്കണേ, അമ്മയും കുറച്ച് ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ കേട്ടോ. ഇവിടെ നല്ല ഞാൻ പറഞ്ഞു മഴക്കാറും മഴയൊക്കെ പെയ്തു കേട്ടോ. അപ്പോൾ പിള്ളേർ അവിടേക്ക് പോയിക്കാൻ തോന്നുന്നു. ഞാൻ വെച്ച് ഞാനും പോവാന്ന് കേട്ടോ. അപ്പൊ സുന്ദരി പൊണ്ണു അപ്പൊ ഞാൻ പുറത്തു പോയില്ല കേട്ടോ. ഭയങ്കര മഴ ചെയ്തുകൊണ്ട് സുന്ദരി പൊണ്ണുന് ഇവിടെ വന്നിട്ടുണ്ട്. വാങ്ങാത്ത സുന്ദരി പൊണ്ണു
അതേ നമ്മുടെ പൊണ്ണു ബാബീനെ കൊണ്ടുവന്നിട്ടോ. ഇനിയിപ്പോ അവൻ കുറച്ചു നേരം ഇവിടെ കളിക്കും, പിന്നെ വീണ്ടും ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങും കേട്ടോ. നല്ല മഴയോ കാര്യങ്ങളൊക്കെ ആട്ടോ പുറത്ത്. പൊണ്ണു ബാബി അപ്പൊ എൻ്റെ ഒപ്പം ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരു മെസ്സേജ് വന്നു കേട്ടോ, മേക്കപ്പ് ഒന്നും അധികം യൂസ് ചെയ്യരുത്, ബേബിയുടെ ഹെൽത്തിനെ അത് എഫക്റ്റ് ചെയ്യും എന്നൊക്കെ യൂസ് ചെയ്യരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എന്നെ അറിയാവുന്ന ആരോ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ള ആളാണ്, ആരാന്ന് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മളോട് ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് എൻ്റെ ബേബിയെ കുറിച്ചിട്ട് ഭയങ്കര കൺസേൺഡ് ആയിട്ട് ഭയങ്കര അങ്ങനെയൊക്കെ കുറേ പേര് അതുപോലെ തന്നെ എന്താ പറയുക നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് യൂട്യൂബിലാണെങ്കിലും ഇതിലൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് വേണ്ടി കുറേ പേര് സംസാരിക്കണവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്കൊക്കെ കാണുമ്പോൾ കുറച്ച് നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ട്. എല്ലാവരും ഇതാവണമെന്നില്ല. ചില ആൾക്കാർ പാമ്പിൻ്റെ സ്വഭാവം കേട്ടോ. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ സ്വഭാവം അങ്ങനെയാണ്. അപ്പം അവരുടെ മേത്ത് കുറേ നമ്മൾ ഡയമണ്ടിൻ്റെ കുറേ സംഭവങ്ങൾ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അവരെ നല്ല സ്വഭാവം പഠിപ്പിച്ചാൽ ഒക്കെ കൂടിയും അവർ ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോൾ അവർ തനി സ്വഭാവം കാട്ടും. കാരണം അവരുടെ സ്വഭാവം അങ്ങനെയാണ്. പാമ്പ് എന്ന് പറഞ്ഞാൽ പൂച്ചകളുടെ പോലെ ഭയങ്കര സ്നേഹത്തിൽ അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ പാമ്പ് എപ്പോഴാണ് കൊത്തുക എപ്പോഴാണ് നമുക്ക് പ്രിഡിക്റ്റബിൾ അല്ല അങ്ങനെ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടിട്ട് നമ്മൾ ഒരാൾക്കാരെ പാമ്പാണോ പൂച്ചയാണോ പട്ടിയാണോ ലൈക്ക് ജസ്റ്റ് തമാശക്ക് പറഞ്ഞ കേട്ടോ. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലാണ്ട് നമ്മൾ കുറേ ഇതായിട്ട് അയ്യോ വേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കാട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളെ സ്നേഹിക്കണ ശരിക്കും കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ യൂട്യൂബിലാണെങ്കിലും കുറേ പേര് നല്ല കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഇതാക്കി നമ്മളോട് ഭയങ്കര ഇഷ്ടം നമ്മളെ തോന്നിയിട്ടുള്ള കുറേ പേരുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം എന്താ പറയുക, നമ്മളെ വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലാണ്ട് അവർക്ക് നമ്മളെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്നാലും അവർ നമുക്ക് വേണ്ടി ബാക്കിയുള്ളവരുടെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്തതാക്കണം കാണുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കുറേ പേരുണ്ടാവും. കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. ഇപ്പോൾ എല്ലാവർക്കും അതുപോലെ തന്നെ ലൈഫിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ കുറേ ക്യാഷ് തന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കുറേ ഇതൊന്നും അല്ല, നമ്മളെ മാനസിക പരിഗണനയൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുമെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ എനിക്ക് നല്ല യൂട്യൂബിലാട്ടോ ഫാമിലീസ് കൂടുതലുള്ള. അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊക്കെയാണ്. അതുപോലെ തന്നെ ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെങ്കിലും നല്ല അടിപൊളി കസ്റ്റമേഴ്സാട്ടോ. ഒരാഴ്ച മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ തന്നെയാണ് കൂടുതൽ മേടിക്കാറ്. പിന്നെ എൻക്വയറി ചെയ്ത് വരണവരും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ സംഭവം ഇഷ്ടമായിട്ടല്ലേ അവർ എൻക്വയറി ചെയ്ത് വരണത്. അപ്പോൾ അങ്ങനെയൊക്കെ പൊണ്ണുബാബി കട്ട കളിയിലാട്ടോ. ഇനി ഫുഡ് കഴിക്കാൻ നിൽക്കുന്ന നേരത്തെ കാണുമ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. നല്ല ക്ഷീണമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, കിടക്കാനൊന്നും പറ്റിയില്ല. കിടക്കാൻ വിചാരിക്കും, അപ്പോഴേക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള എപ്പോഴും അങ്ങനത്തെ ഒരു ചിന്ത കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ഫുഡ് കഴിക്കുമ്പോൾ കാണാം. ചോറുണ്ടാകുന്നത് ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് എടുത്തിട്ട് ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. വെറൈറ്റി കറിയൊന്നുമില്ല, ചീരുപ്പേരും പിന്നെ അതേ പയറും മുട്ട ചിക്കി ഇതാക്കിയതും ഇഞ്ചമ്പുളിയും അച്ചാറ് ഇവിടെ എവിടെയും ഉണ്ട് കേട്ടോ. ഇതാണ് കഴിക്കണേ രാത്രി. കഴിഞ്ഞ് പൊണ്ണുബാബി പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു. മീൻസ് വീട്ടിൽ നിന്ന് ഫുഡ് തന്നെയായിട്ട് നടക്കാൻ പോയതാണ്. അപ്പോൾ ഇതേ കാർ ഓടിക്കലും ഇതൊക്കെയാണ് പൊണ്ണുബാബിയുടെ പരിപാടി. അപ്പോൾ ഈ അച്ഛൻ ഇപ്പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. കാർ ഓടിക്കുമ്പോൾ മാത്രമാണ് അവൻ അച്ഛൻ ഓർമ്മയുള്ളൂ, അല്ലാണ്ട് അവനൊരു വക അച്ഛൻ ഓർമ്മയില്ല കേട്ടോ. ഏത് നേരം ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല, കാർ ഓടിക്കുമ്പോൾ അച്ഛ പറഞ്ഞിരിക്കൂട്ടോ അവൻ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. പൊണ്ണു ടാറ്റ തന്നെ. ഞങ്ങളുടെ അടുത്ത് കിടക്കാണ്ട് വേഷം കെട്ട് കാട്ടിട്ട് അച്ചാച്ചൻ്റെ ഒപ്പം കിടക്കലാണ് പൊണ്ണുബാബിക്ക് സന്തോഷം. അച്ചാച്ചനാണെങ്കിൽ നന്നായി പാട്ടൊക്കെ പാടി ഉറക്കേ. അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ വീഡിയോ. ഇപ്പോൾ പൊണ്ണുബാബിയിൽ രാത്രി 11 മണി. അപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.